ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു ഇമേജിലെ ടെക്സ്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നോക്കാം. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജിലുള്ള ടെക്സ്റ്റിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ദാണ്ട ഈ ഒരു ഇമേജ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോഷോപ്പിലോട്ട് ഈ ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇവിടെ കാണുന്ന ഹംടെക് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ലേഡിയുടെ ഫേസിലായിട്ടാണോ അത് വന്നിരിക്കുന്നത്. നമുക്ക് അത് അവിടെ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലേസർ ടൂൾ ഉണ്ടല്ലോ, അതെടുക്കാം. എന്നിട്ട് ആ ഒരു ടെക്സ്റ്റിന് ചുറ്റുമായിട്ട് നമുക്ക് ആ ലേസർ ടൂൾ ഉപയോഗിച്ച് ഒന്ന് വരയ്ക്കാം, ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് സെലക്ഷൻ പോവാം. സെലക്റ്റിൽ പോയിട്ട് അവിടെ കളർ റേഞ്ച് എന്നതുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെലക്ട് എന്നതിനകത്ത് സാമ്പിൾ കളർ ആണോ എന്ന് നോക്കുക. സാമ്പിൾ കളർ അല്ല എന്നുണ്ടെങ്കിൽ സാമ്പിൾ കളർ എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഫസ്റ്റ് കാണുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമേജിലെ ആ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് എഴുതിയേക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ആ ഒരു ടെക്സ്റ്റിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഫിറ്റ്നസ് എന്നത് 72 ആക്കണം. 72 ആയതിനു ശേഷം ഇവിടെ ഓക്കെ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ടെക്സ്റ്റിൽ ഫുള്ളായിട്ട് ഇതുപോലെ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാല് സെലക്റ്റിനകത്ത് മോഡിഫൈ എന്നതിൽ എക്സ്പാൻഡ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എക്സ്പാൻഡിന്റെ വാല്യൂ 10 ആണോ നോക്കാം. 10 ആക്കിയതിനു ശേഷം ഇവിടെ ഓക്കെ കൊടുക്കാം. ഇപ്പൊ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ സെലക്ഷനിൽ വന്ന മാറ്റം കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരുന്നു ആണ്. നേരത്തെ നമുക്ക് ഇവിടെ ഓരോ ലെറ്റേഴ്സിലായിരുന്നു ആ ഒരു സെലക്ഷൻ എന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് എഡിറ്റ് എടുക്കാം. എഡിറ്റിനകത്ത് ഫിൽ എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടൻസ് എന്നത് കണ്ടൻസ് അവെയർ ആണോ എന്ന് നോക്കാം. കണ്ടൻസ് അവെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. വേണ്ടേ ആ ഒരു ടെക്സ്റ്റ് ഫുൾ ഇവിടെ നിന്ന് മാറിയേക്കുന്ന കുട്ടികൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, നമ്മൾ ഇവിടെ എഴുതിയ ടെക്സ്റ്റ് ഒരു പ്രശ്നം കൂടാതെ, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജിൽ ഒരു പ്രശ്നം കൂടാതെ അവിടുന്ന് അത് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി കൺട്രോൾ D കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു സെലക്ഷൻ അവിടുന്ന് പോയി കിട്ടുന്നതായിരിക്കും. കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ടെക്സ്റ്റ് റിമൂവ് ചെയ്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടില്ല. ആ ഒരു സ്കിന്നിലൊന്നും ഒരു ഡാമേജും പറ്റിയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഫേസിലൊക്കെ ടെക്സ്റ്റ് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇനി മുതൽ ആ ടെക്സ്റ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലാതെ വേറെ ബ്രഷും ഹീലിംഗ് ടൂൾ പോലുള്ള വേറെ എല്ലാ മെത്തേഡും യൂസ് ചെയ്ത് ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിന് ഡാമേജ് ഒന്നും വരുത്തണ്ട. ഈ ഒരു സിമ്പിൾ മാർഗം ഉപയോഗിച്ച് കൊണ്ട് തന്നെ നമുക്ക് ഇനി മുതൽ ഏതൊരു ടെക്സ്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പറ്റത്തുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.